ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റോയൽ ഫലൂദ റെഡിയാക്കി എടുത്താലോ. നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയാണ് സാധാരണ ഫലൂദ ഒക്കെ കഴിക്കാറല്ലേ. അപ്പോൾ അവിടെ നോർമൽ ഫലൂദയുടെ റേറ്റിനേക്കാളും കൂടുതലാണ് റോയൽ ഫലൂദയുടെ റേറ്റ് വരുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് വീട്ടിലിത് ചിലവ് കുറഞ്ഞ രീതിയിൽ റെഡിയാക്കി എടുക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഫലൂദ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വെർമിസലി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ഒരു അളവിൽ വെർമിസലി ഒന്ന് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വെർമിസലി കുക്കായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിസ്തയുടെ എമൽഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏത് എമൽഷനാണോ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഇത് ഓപ്ഷനിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് ചെറിയൊരു മധുരമൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കായി വരുമ്പോഴത്തേനും നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പപ്പായ എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്. പപ്പായയുടെ പകുതിയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് കട്ട് ചെയ്യുന്ന നേരത്തെ തന്നെ നമ്മുടെ വെർമിസലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിനൊപ്പം തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തൊണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ റോയൽ ഫലൂദ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് റോയൽ ഫലൂദ ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാക്സിമം ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മളിതിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൊടുത്തിട്ടുണ്ട്. ചേർക്കുന്ന അളവെന്ന് പറയുമ്പോൾ നമ്മുടെ മധുരം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്ന ഒരു ഫ്രൂട്ട്സിന് നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 3 കളർ ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കസ്കസ് നമ്മൾ ഓൾറെഡി കുതിർത്തതാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് സ്ട്രോബെറി ഐസ്ക്രീം ആണ് കേട്ടോ. സ്ട്രോബെറി ഐസ്ക്രീമും മാംഗോ ഐസ്ക്രീമും വാനില ഐസ്ക്രീം, ഇതിന്റെയൊക്കെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നോർമൽ ഫലൂദ അല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ടൈപ്പ് ഐസ്ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ടത് ഏത് ഗ്ലാസ്സിലാണോ ആ ഗ്ലാസ് നമുക്ക് എടുക്കാം. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കിവിയുടെ ക്രഷ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാം. അപ്പൊ ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വെർമിസലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ എല്ലാ ഗ്ലാസ്സിലും നമുക്ക് ഇതുപോലെ ഒരേണക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ 3 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 3 എണ്ണത്തിൽ നമ്മൾ ഒരേണക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ വെർമിസലി ആദ്യത്തെ കട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ വെർമിസലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കസ്കസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ആണ്, അതും നമുക്ക് എല്ലാ ഗ്ലാസ്സിലും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. കസ്കസ് ഒക്കെ മാക്സിമം നമ്മുടെ ഫലൂദയിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം നിങ്ങൾ വലിയ ബോട്ടിലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളി റോസ് ആയിട്ട് തന്നെ ആ ഒരു കളറിൽ തന്നെ കിട്ടും സ്ട്രോബെറിയുടെ. അപ്പൊ നമ്മൾ ഈ ചെറിയ ബോട്ടിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ വൈറ്റും ചെറിയൊരു ലൈറ്റ് സ്ട്രോബെറി കളറും കൂടെ മിക്സ് ആയി വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ സ്ട്രോബെറിയുടെ അല്ലാതെ വലിയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു റോസ് കളറിൽ കിട്ടും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ മിൽക്ക് മെയ്ഡിലും പഞ്ചസാരയിലും മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട് മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ മാംഗോ ഐസ്ക്രീം ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മാംഗോ ഐസ്ക്രീം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ബോട്ടിൽ ഐസ്ക്രീം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചെലവില്ലാതെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് 3 എണ്ണത്തിലും ഇതുപോലെ തന്നെ ഓരോ സ്കൂപ്പ് ഐസ്ക്രീം നമ്മൾ സ്ട്രോബെറി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ആയിട്ട് മാംഗോ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് നട്ട്സും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഫ്രൂട്ട് മിക്സ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് വീണ്ടും ഓരോ തവി വീതം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പൊ ഐസ്ക്രീമിന്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഗ്രീൻ കളർ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ റെഡ് കളർ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക, പക്ഷെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്പ്രിങ്കിൾസ് ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല, ഉള്ളവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോപ്പിലായിട്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ജസ്റ്റ് 2 പീസാക്കി 2 സൈഡിലും വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ
ചെയ്താൽ മതി. നമ്മുടെ റോയൽ ലുക്ക് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഇനി നമ്മൾ വഫേഴ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. വഫേഴ്സും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിയും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കൊടയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ റോയൽ ഫലൂദ ഇവിടെ റെഡിയാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഐറ്റം ആണ് നമ്മുടെ ഫലൂദ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ബൈ.